Three cylinders are piled in a rectangular ditch as shown in figure. Neglecting the friction, determine the reaction between cylinder A and vertical wall. അപ്പൊ ഈ എയും വെർട്ടിക്കൽ വാളും തമ്മിലുള്ള എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നിന്ന് തൊട്ടിട്ട് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും, കാരണം എല്ലാം കണക്റ്റഡ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് സി വരയ്ക്കാം. അപ്പൊ നമുക്ക് ഇത് സി, അതില് 40 ന്യൂട്ടൺ വെയിറ്റ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ വോളുമായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ട്, അത് ഞാൻ RC എന്ന് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ബിയിൽ നിന്നൊരു റിയാക്ഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ, ദാറ്റ് ഈസ് RBC എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത് കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ആട്ടോ ഞാൻ വരച്ചിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ആംഗിൾ അറിയണം അല്ലെ? RBC വന്നിട്ടുള്ള ആ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാംഗിൾ എടുക്കാം. ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് മുട്ടിച്ച് വരച്ചാൽ മതി. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കും? ഇപ്പൊ ഇ ആന്ന് വിചാരിക്കുന്നത്. BE എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് എന്താ വരിക? BE is equal to ടോട്ടല് 360 ഉണ്ട് നിങ്ങൾക്ക് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. 360 മൈനസ് 100. ഇനി ഇവിടെ എന്താണ്? 120 ആണ്. അത് കുറച്ചാ പോരെ? 360 മൈനസ് 100 മൈനസ് 120 എന്ന് വരും. ദാറ്റ് ഈസ് 140 എന്ന് കിട്ടി നിങ്ങൾക്ക്. ഇനി ഹൈപ്പോട്ടന്യൂസ്, ഇവിടെ നമുക്ക് ഇത് 100 അല്ലേ ആവുക ഈ ഒരു പോയിന്റ് വരെ? ഇതെന്തായിരിക്കും? 120 അല്ലേ ആയിരിക്കാം. അപ്പൊ നമുക്ക് അവിടെ BCയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 100 പ്ലസ് 120 എന്നാണ് കിട്ടുക അല്ലെ? ദാറ്റ് ഈസ് 220. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ നമുക്ക്? ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാന് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും, തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെന്ന് വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് വരിക. അപ്പൊ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി 140 ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ 220 എന്ന് കിട്ടും അല്ലെ? ഇതിന് തീറ്റ എന്തായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 140 ബൈ 220 എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 39.52 ഡിഗ്രി ആണ് കേട്ടോ. 39.52 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടത്തെ ആംഗിൾ കിട്ടി. ഓക്കെ, ഇനി ഈ ആംഗിൾ ആണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. എന്തെന്ന്? 39.52 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്തുകൂടെ? അതായത് നമുക്ക് ഇവിടെ 40 ന്യൂട്ടൺ വന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് RC എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ. ഇനി ഇങ്ങനെ ഒരു റിയാക്ഷൻ RBC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ആംഗിള് 39.52 ആണ്. അപ്പൊ എനിക്ക് ഇതിന്റെ രണ്ട് കമ്പോണൻസ് ആക്കി എഴുതിക്കൂടെ? ഈ RBC ഇത് ഏതിനോടാണ്? ഈ ലൈനിനോടാണ് അടുത്ത് കിടക്കുന്നത് അല്ലെ? അടുത്ത് കിടക്കുന്നത് എന്തായാലും കോസ് കമ്പോണന്റ് ആണ്. RBC കോസ് 39.52. ഇത് മുകളിലേക്കാ ഡയറക്ഷൻ, അപ്പൊ ഇതും മുകളിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? ഈ കമ്പോണന്റ് ഉണ്ടാവില്ല, ഇത് വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലേ, ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ വരുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് തന്നെ ഉള്ളിലേക്ക് തന്നെ ഡയറക്ഷൻ വരും. RBC എന്തായിരിക്കും? സൈൻ കമ്പോണന്റ് അല്ലേ വരിക? സൈൻ 39.52. ആംഗിളിനോട് അടുത്ത് കിടക്കുന്നത് കോസ് കമ്പോണന്റും അല്ലാത്തതായിരിക്കും സൈൻ കമ്പോണന്റ്. ഇത് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ പോരെ? സം ഓഫ് FX ഈക്വൽ ടു 0 എന്നാണ് വരിക അല്ലെ? അതായത് എന്തെന്ന് വരും? RC റൈറ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ്, മൈനസ് RBC സൈൻ 39.52 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി സം ഓഫ് FY ഇസ് ഈക്വൽ ടു 0. FY എടുക്കുമ്പോൾ 40 താഴത്തേക്കാണ്, അതുകൊണ്ട് -40. ഇനി RBC കോസ് 39.52 എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അപ്പൊ പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ RB കോസ് 39.52 ഈക്വൽ ടു 0 അല്ലെ? വെർട്ടിക്കലായിട്ട് അത്ര രണ്ട് കമ്പോണൻസ് ഉള്ളൂ.
ഇതിൽ നിന്ന് എനിക്ക് എന്തെന്ന് എഴുതാം? RB cos 39.52 ഈസ് ഈക്വൽ ടു 40 ആണ്. അപ്പൊ RB ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 40 ബൈ cos 39.52. ദാറ്റ് ഈസ് 51.85 ന്യൂട്ടൺ. ഇനി നമുക്ക് RC ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ RBC ഉണ്ട് കേട്ടോ. RBC മാത്രം കണ്ടുപിടിക്കുന്നത്. കാരണം എന്താ? നമ്മളോട് ക്വസ്റ്റ്യനിലെ എല്ലാ റിയാക്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. റിയാക്ഷൻ ബിറ്റ്വീൻ സിലിണ്ടർ എ ആൻഡ് വെർട്ടിക്കൽ മോളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? ശരിക്ക് ഈ കണക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പിന്നെ എവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാമീസ് തിയറം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്താണ്? 3 ഫോഴ്സസ് അല്ലേ വരുന്നുള്ളൂ. ഇതിന്റെ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡാണ് കേട്ടോ. ഓവറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് 40, ഇവിടെ നമുക്ക് RC വരുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് RBC വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആംഗിള് 39.52 ആണ്. ഓക്കെ, ലാമീസ് തിയറം എങ്ങനെ എഴുതാം? RC എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എന്ത് ചെയ്യണം? ഈ 40 RBC തമ്മിലുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ടോട്ടല് 180 അല്ലേ? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ഇതെന്തായിരിക്കും? 180 മൈനസ് 39.52 അല്ലേ വരാം. നിങ്ങൾക്ക് RC ബൈ സൈൻ ഓഫ് എന്തെന്ന് വരും? 180 മൈനസ് 39.52 ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 40 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? RCയും RBCയും തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 90 ആണ് അല്ലെ? പിന്നെ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ പോരെ. നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? സൈൻ ഓഫ് 90 പ്ലസ് 39.52 ഇസ് ഈക്വൽ ടു RBC ഡിവൈഡഡ് ബൈ ഇതും തമ്മിൽ 40 RC തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 അല്ലേ? അപ്പൊ സൈൻ 90 നമുക്ക് ഇതിൽ RBC മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ RBC ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2 ഇക്വേഷൻസ് എടുക്കുക. ഏത്? ഈ 40 ഈ 2 ഇക്വേഷൻസ് എടുത്താൽ മതി. ഇതിന് RBC എഴുതി കൂടെ? അതായത് സൈൻ 90 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? 40 ഇൻറ്റു സൈൻ 90 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 90 പ്ലസ് 39.52 അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സെയിം വാല്യൂ തന്നെ കിട്ടും, 51.85 ന്യൂട്ടൺ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ലാമീസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യത്തേത് കണ്ടു. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ആദ്യം വരച്ചു. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റിട്ടേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മുന്നത്തെ ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? ഈ ഒരു ട്രയാങ്കിൾ ആയിരുന്നു അല്ലെ? ഇവിടെ എന്തായിരുന്നു? 39.52 ആയിരുന്നു നിങ്ങൾക്ക് വന്നിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഇവിടത്തെ ആംഗിള് കണ്ടുപിടിക്കണം. ഈ ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിൾ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഇത് 39.52 ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? 39.52 അല്ലേ ആവോ? അല്ലെ? ഒരു ലൈനിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള ആംഗിൾസ് സെയിം ആണ്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി സെറ്റ് ആയിട്ട് 39.52 കിട്ടി. ഈ ആംഗിൾ നിങ്ങൾക്ക് തീറ്റയാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതായത് ഇത് F ആണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾക്ക് BF ഇസ് ഈക്വൽ ടു എത്രയാണ്? BFന്റെ വാല്യൂ കിട്ടില്ല നമുക്ക്. എബിന്റെ വാല്യൂ നമുക്ക് എടുത്തൂടെ? 2 ട്രയാങ്കിളിന്റെ റേഡിയസ് ആഡ് ചെയ്തതല്ലേ? അതായത് എന്തെന്ന് വരും? 80 പ്ലസ് 120 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്ന് വരും. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യാം? AF എടുത്തൂടെ?
AF എങ്ങനെ എടുക്കാൻ പറ്റുക? 360 മൈനസ് ഇവിടുന്ന് 120 കുറച്ചാൽ ഈ 18 കുറച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കിട്ടില്ലേ? അപ്പൊ മൈനസ് 120 മൈനസ് 18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 എന്നാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതിന്ന് സൈൻ തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ വീണ്ടും. നിങ്ങൾക്ക് എന്തെന്ന് വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്നാ വരിക? AF ബൈ AB എന്നാണ് വരിക. തീറ്റ 1 എഴുതാം, നമുക്ക് കൺഫ്യൂഷൻ ആവുന്നു. സൈൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു AF ബൈ AB എന്ന് വരും. ദാറ്റ് ഈസ് 160 ബൈ 200 എന്ന് വരും. അപ്പൊ തീറ്റ 1 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? സൈൻ ഇൻവേഴ്സ് ഓഫ് 160 ബൈ 200. ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ബൈ 200 സൈൻ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ 53.13 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, ഈ ആംഗിൾ അപ്പൊ കിട്ടി. ഇനി നമുക്ക് വരച്ചൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സി ആയിട്ടുള്ളത്, അപ്പൊ RB സി ആയിട്ടാണ് ഈ ആംഗിൾ A ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് RAB ഇവിടെ എന്താണ്? 53.13 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ A ആയിട്ടുള്ള ആംഗിൾ ഇവിടെ എന്തായിരുന്നു? 39.52 ആണ്. A അല്ല, C ആയിട്ട്. നമുക്കിവിടെ RBC അതെന്തായിരുന്നു? 39.52 ആണ്. ഇനി എന്താണ്? ഈ സൈഡിൽ ഒരു വാൾ ഉണ്ട്. നിങ്ങൾ ഫിഗർ നോക്കി നോക്കുക, ആ സൈഡിൽ നിന്ന് ഒരു വാളിലെ കണക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് RB ആക്കിയിട്ട് ഞാൻ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ 2 കമ്പോണൻസ് ആയിട്ട് സോൾവ് ചെയ്യണ്ടേ RBCനെ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ആംഗിള് ഈ ലൈനായിട്ടല്ലല്ലോ, അതുകൊണ്ട് എന്തായിരിക്കും? സൈൻ കമ്പോണന്റ് ആണ്. അപ്പൊ RBC സൈൻ 39.52. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ RABയുടെ എന്താണ്? ആംഗിൾ ഈ ലൈനുമായിട്ടല്ല, അതുകൊണ്ട് അവിടെയും സൈൻ കമ്പോണന്റ് ആണ്. അപ്പൊ RBC അല്ല, RAB സൈൻ 53.13 വരും. ഇനി ഇവിടെ എന്തായിരിക്കും? കോസ് കമ്പോണന്റ്. കാരണം എന്താ? ആംഗിൾ ഈ ആക്സിസിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ RAB കോസ് 53.13. ഇനി ഇവിടെ ആണെങ്കിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഡയറക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ താഴത്തേക്ക് ഡയറക്ഷൻ എഴുതുന്നത്. RBC കോസ് 53.13 കമ്പോണൻസ് ആക്കി എഴുതിയില്ലേ? ഇനി എന്ത് ചെയ്യാ? സം ഓഫ് FX ഈക്വൽ ടു 0. ഇവിടെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കുറെ ഫോഴ്സസ് വരുന്നില്ലേ? 4 ഫോഴ്സസ് ഉണ്ട് മൊത്തം. അതുകൊണ്ട് ഇവിടെ ലാമിസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സം ഓഫ് FX ഈക്വൽ ടു 0. അപ്പൊ RBC RAB സൈൻ കമ്പോണന്റ് ഒക്കെ റൈറ്റ് സൈഡ്, അതായത് പോസിറ്റീവ് ആണ്. അപ്പൊ RAB സൈൻ 53.13 പ്ലസ് RBC സൈൻ 39.52 മൈനസ് RB ഈക്വൽ ടു 0. ഇനി സം ഓഫ് FY ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ എന്താണ്? -80 മൈനസ് RBC കോസ് 53.13 പ്ലസ് RAB മുകളിലേക്കാണ്, പ്ലസ് RAB കോസ് 53.13 is equal to 0. സോറി, RBC 53 അല്ലല്ലോ, 39 അല്ലേ? 39.52 ആണ്. RBC 39.52 ആംഗിൾ എഴുതിയപ്പം തെറ്റിയതാട്ടോ. ഈക്വൽ ടു 0. ഇതിന്ന് നമുക്ക് എന്തറിയാം? ഓൾറെഡി RBC അറിയാം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ RAB കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ആ കണക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ഇതിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. RAB cos 53.13 is equal to 80 plus RBC cos 39.52 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് RAB is equal to RBCയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വാല്യൂ അല്ലേ? അതായത് എന്തായിരുന്നു? 51.85 cos 39.52 plus 80 divided by cos 53.13 വരും. That is approximately
199.994 ആണ് വരുന്നത്. അത് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 200 ന്യൂട്ടൺ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് RAB കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് 30 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വോളുമായിട്ട് ഒരു റിയാക്ഷൻ ഉള്ളത് കൊണ്ട് അതിനെ RA എന്ന് എഴുതി. ഇനി അല്ലെ, വോളുമായിട്ടുള്ള റിയാക്ഷൻ എടുത്തു. പിന്നെ എന്താണ്, ഈ ബിയിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ ആണ് എയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ബി മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് RAB നമുക്ക് വരുന്നുണ്ട്. ഈ ആംഗിൾ നമുക്ക് അറിഞ്ഞൂടെ. ഓക്കെ, ഈ തീറ്റ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ തീറ്റ തന്നെയല്ലേ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ടാവും. ഈ ആംഗിളും തീറ്റയല്ലേ, അപ്പൊ ആ ആംഗിൾ എനിക്ക് എഴുതി കൂടെ അവിടെ. ഇതെന്തായിരിക്കും, നേരത്തെ കിട്ടിയ ആംഗിൾ തന്നെ 53.13 ആണ്. ഇതിന്റെ 2 കമ്പോണൻസ് എഴുതി കൂടെ എനിക്ക്. ഇതെന്തെന്ന് വരും, RAB cos 53.13. ഇവിടെ എന്തുണ്ടാവും, RAB sin 53.13 അല്ലേ. ഇത് നിങ്ങൾക്ക് ലാമീസ് ഒക്കെ വെച്ചിട്ടും ചെയ്യാട്ടോ. അപ്പൊ സം ഓഫ് നമുക്ക് ഏത് RA ആണ് വേണ്ടത്, അപ്പൊ എക്സിന്റെ ഡയറക്ഷൻ മതി. സം ഓഫ് FX ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ നമുക്ക് RA മൈനസ്, കാരണം RA പോസിറ്റീവ് സൈഡാ, RAB സൈൻ 53.13 എന്ന് പറയുന്നത് നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്, ഈക്വൽ ടു 0. അപ്പൊ RA is ഈക്വൽ ടു എന്തെന്ന് വരും, RAB സൈൻ 53.13 വരും. അത് ഓൾമോസ്റ്റ് 159.99 എന്നാണ് കിട്ടുന്നത്. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എന്തെന്ന് എഴുതാം, 160 ന്യൂട്ടൺ എഴുതാം. ക്വസ്റ്റ്യനിൽ ഇതല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ഡിറ്റർമൈൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സിലിണ്ടർ എ ആൻഡ് വെർട്ടിക്കൽ വാൾ. അപ്പോൾ റിയാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് വെർട്ടിക്കൽ വാൾ 160 ന്യൂട്ടൺ. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി റിയാക്ഷൻസ് ഒക്കെ ഇപ്പൊ ഇതിലുള്ള ആ FXY ഒന്നും സോൾവ് ചെയ്യാത്തത് രണ്ടെണ്ണത്തിൽ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള വാല്യൂസിന് ഉള്ളത് മാത്രം, ആ ഇക്വേഷൻസ് മാത്രം എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ കാരണം അതാണ്. കാരണം ക്വസ്റ്റ്യനിൽ എല്ലാ റിയാക്ഷനും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല.